രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന വടകരയിലെ വിധിയറിയാൻ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. UDFന്റെയും LDFന്റെയും കരുത്തരായ സ്ഥാനാർത്ഥികൾ വടകരയുടെ മണ്ണിൽ ഏറ്റുമുട്ടുമ്പോൾ വിധി പ്രവചനാതീതമാകുന്നു. ഇടതിന്റെ കരുത്തയായ വനിതാ സ്ഥാനാർത്ഥി KK ശൈലജയെ കളത്തിലിറക്കുമ്പോൾ വിജയം മാത്രം ലക്ഷ്യം കണ്ടായിരുന്നു ആ നീക്കം. എന്നാൽ KK ശൈലജയ്ക്ക് ഒപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥി വേണമെന്ന UDFന്റെ വാശിയായിരുന്നു ഷാഫി പറമ്പിൽ. UDFന്റെ യുവ നേതാക്കളിൽ പ്രധാനിയായ ഷാഫി പറമ്പിൽ. ആരോപണ പ്രത്യാരോപണങ്ങളും സൈബർ ആക്രമണങ്ങളും കാര്യമായി നടന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു വടകര. LDFന്റെ ശൈലജ ടീച്ചറും UDFന്റെ ഷാഫി പറമ്പിലും തമ്മിൽ ഏറ്റുമുട്ടുന്ന വടകരയിൽ TP ചന്ദ്രശേഖരൻ എന്ന ഫാക്ടർ ആയിരുന്നു ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. എന്നാൽ TP വധക്കേസ് ചർച്ചയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല വടകര മണ്ണിലെ പോരാട്ടം. നേരെ മറിച്ച് ബോംബാക്രമണവും സൈബർ ആക്രമണവും ഒടുവിൽ വർഗീയതയിൽ വരെ എത്തിനിന്നു രാഷ്ട്രീയ ചർച്ചകൾ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞും ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും വടകരയുടെ മണ്ണ് വിട്ട് പോയില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ വടകരയുടെ മണ്ണിൽ ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാഷ്ട്രീയ കേരളം നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുന്നു. വടകരയിൽ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ KK ശൈലജയെ നിർത്തുന്നതിലൂടെ സ്ത്രീ വോട്ടുകൾ മുഴുവൻ സ്വരൂപിക്കാൻ സാധിക്കുമെന്ന ചിന്ത LDFനുണ്ടായിരുന്നു. അതേസമയം യുവാക്കളുടെയും മറ്റും വോട്ട് തനിക്ക് ലഭിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഷാഫി പറമ്പിൽ കളത്തിലിറങ്ങിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് ആയുധമാക്കി ഷാഫി പറമ്പിലും UDFും എതിർ സ്ഥാനാർത്ഥിയെ നേരിട്ടപ്പോൾ പക്ഷേ ഷാഫിക്ക് നേരിടേണ്ടി വന്നത് വർഗീയ ആരോപണങ്ങളായിരുന്നു. ശൈലജ ടീച്ചറെ കുറിച്ചുള്ള മോശം പരാമർശങ്ങളും കാഫിർ പ്രയോഗവുമെല്ലാം UDFനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിലേക്കും തിരഞ്ഞെടുപ്പ് ഗോധയിലേക്കും തന്നെ കൈപിടിച്ചിറക്കിയ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ചെന്ന് അവിടെ നിന്നും അനുഗ്രഹം വാങ്ങി വടകരയിലേക്ക് വന്ന ഷാഫി പറമ്പിലിനെ വടകരയിലെ ജനങ്ങൾ തുണയ്ക്കില്ല എന്നാണ് പുതിയ സർവേകൾ വ്യക്തമാക്കുന്നത്. വടകരയിൽ ആര് ജയിക്കും എന്നതിനെക്കുറിച്ചുള്ള സർവേ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും ശക്തമായ മത്സരം നടന്ന വടകര മണ്ഡലത്തിൽ എക്സിറ്റ് പോൾ ഫലപ്രവചനം അല്പം ആകാംക്ഷ ഉണ്ടാക്കുന്നതാണ്. കടുത്ത പ്രചരണ കോലാഹലങ്ങൾക്കിടെ വടകര മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനേക്കാൾ 1.91% വോട്ട് കൂടുതൽ നേടി KK ശൈലജ വിജയിക്കുമെന്നാണ് മനോരമ ന്യൂസ് MR എക്സിറ്റ് പോൾ സർവേ വ്യക്തമാക്കുന്നത്. KK ശൈലജയ്ക്ക് 41.56% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. പോളിൽ പങ്കെടുത്ത 39.65% പേർ ഷാഫിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. NDA സ്ഥാനാർത്ഥിയായ പ്രഫുൽ കൃഷ്ണയ്ക്ക് 17.69% വോട്ട് ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത്. അതേസമയം കേരളത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ UDFന്റെ വോട്ട് വിഹിതം കുറയുമെന്നാണ് മനോരമയുടെ പ്രവചനം. UDF 42.46%, LDF 35.09%, NDA 18.64% എന്നിങ്ങനെ വോട്ട് നേടും. 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് UDFന് 4.76%, LDFന് 0.64% വോട്ട് കുറയുമ്പോൾ NDA 3.7% വോട്ട് കൂടുതൽ നേടുമെന്നും മനോരമ പ്രവചിക്കുന്നു. പുറത്തുവന്ന എക്സിറ്റ് പോളുകളിൽ കേരളത്തിൽ BJP 3 സീറ്റിൽ വരെ വിജയിക്കുമെന്ന് പ്രവചനമുണ്ടായിരുന്നു. എന്നാൽ BJP നേട്ടമുണ്ടാക്കുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി LDFും UDFും വരികയും ചെയ്തു. BJPക്ക് 3 വരെ സീറ്റ് നേടാനാകുമെന്നാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. LDFനോടുള്ള വോട്ട് ശതമാനത്തിൽ 2% മാത്രമാണ് BJPക്ക് കുറവെന്നാണ് പ്രവചിക്കുന്നത്. 15% നിന്ന് 27%ത്തിലേക്കുള്ള BJPയുടെ കുതിച്ചുചാട്ടം രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിക്കുന്നതാണ്. മൊത്തം നമ്പറിൽ നേട്ടം പറയുന്നു എങ്കിലും BJP മുന്നേറ്റം പാടെ തള്ളുകയാണ് UDF LDF നേതാക്കൾ.